അത്തച്ചമയ നഗരിയിലേക്കൊന്ന് മടങ്ങിപ്പോയാലോ? അർച്ചന കാത്തു നിൽക്കുന്നുണ്ട് പുതിയ ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. അർച്ചന അതാ തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ എന്താണ് ഏറ്റവും പുതിയ ആഘോഷ കാഴ്ചകൾ? വഴികളിലേക്ക് ഇറങ്ങാറായോ ഈ ഘോഷയാത്രയും മറ്റുമൊക്കെ? എപ്പോഴാണ് ഉദ്ഘാടനം? മനു, ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും കാഴ്ചകൾ ഇങ്ങനെ വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഓരോ കലാരൂപങ്ങളായി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുപേർ ഒരുക്കത്തിലാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ഉദ്ഘാടനത്തിനടക്കം മുഖ്യമന്ത്രി വി ഡി സതീശനാണ് അത്തം ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നടൻ മനോജ് കെ ജയനാണ്. എന്തായാലും ഇനി കാത്തിരിക്കുന്നത് വർണ്ണാഭമായ കാഴ്ചകളാണ്. യഥാർത്ഥ വിസ്മയം എന്താണെന്ന് നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ണൂരിലെ കലാരൂപമായ തെയ്യം അതാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത്. ഏകദേശം 60-ലധികം കലാരൂപങ്ങളാണ് ഇത്തരത്തിൽ ഓരോ ഭാഗങ്ങളിലായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഈ കാണുന്ന കാഴ്ച മാത്രമല്ല, നമ്മളിതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ കാണുന്നത്. പക്ഷേ കാഴ്ച ഇതൊന്നുമല്ല, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന് നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അത് മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം ഇതെല്ലാം ഒരുമിച്ച് ഇവിടെ സംഗമിക്കും. ആദ്യത്തെ ചുവട് ഇവിടെ നിന്ന് തുടങ്ങും. ഓരോ കലാരൂപങ്ങളായി ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തും. എന്നിട്ട് ചുവട് വെക്കുന്ന കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. തീർത്തും വിസ്മയം തീർക്കുന്ന, അല്ലെങ്കിൽ കണ്ണിന് കുളിർമ നൽകുന്ന, നമ്മളെയൊക്കെ അമ്പരപ്പിക്കാൻ പോകുന്ന കാഴ്ചകൾ അത് തന്നെയാണ് നമ്മൾ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പോകുന്നത്. ഇനി ഈ നഗരവീഥികൾ ഒന്നടങ്കം തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഈ കലാരൂപങ്ങൾ ഓരോന്നായി നിരനിരയായി ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ തയ്യാറെടുത്ത കുറേ കലാരൂപങ്ങൾ നമുക്ക് കാണാം. ഇതുപോലെ നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം റോഡിൻ്റെ മറ്റൊരു ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ തയ്യാറായിരിക്കുന്നത് ഈ റോഡിലൂടെ നൃത്തം ചെയ്യുന്ന കുറച്ച് കലാരൂപങ്ങൾ അല്ലെങ്കിൽ കലാകാരികളാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. പൂർണ്ണമായും ഒരുങ്ങി കഴിഞ്ഞല്ലേ? റെഡിയായിരിക്കുക. ഈ റോഡിലേക്ക് ഇറങ്ങിയാണ്. എവിടെ നിന്ന് വരുന്നയാ? കൊല്ലം. കുറെ കാലമായിട്ട് വരുന്നയാണോ? 2 വർഷമായി. എന്തായാലും വലിയൊരു ആകാംക്ഷ ഉണ്ടല്ലേ? എത്ര സമയം എടുത്തിട്ടാ ഒരുങ്ങിയത്? അരമണിക്കൂർ. എങ്ങനെ പാട്ടിനെ ചുവട് വെക്കുകയാണോ ചെയ്യുക? സിനിമ പാട്ട്. ഇതെല്ലാം ഏകദേശം ഒരുപോലെയാണല്ലേ? ഇങ്ങനെ ഓരോരുത്തർ ആളായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എവിടുന്നാ വരുന്നത്? ആലപ്പുഴ. കംപ്ലീറ്റ് ഒരുങ്ങി കഴിഞ്ഞു? അതെ. ഇനി ബോർഡും കൂടെ വരും ബാക്കിൽ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും അല്ലേ? എന്തായാലും ഒരു ഗംഭീര കാഴ്ചയായിരിക്കും അല്ലേ ഇതൊക്കെ? അതെ അതെ. സിനിമാ പാട്ടുകൾക്കാണോ ചുവട്? അതെ. അതെ അതെ. അങ്ങനെ കാഴ്ചകൾക്ക് കുളിർമയേകുന്ന, കൂടുതൽ മനോഹരമാക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നിശ്ചല ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കാഴ്ച വർണ്ണാഭമാക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായി ഓരോ കലാകാരന്മാർ, നമ്മുടെ അമല് കുറച്ച് കലാകാരന്മാരെ തേടി പോയിട്ടുണ്ട്. കാരണം ഇത് നമ്മളെ കൊണ്ട് എത്തിയാൽ കൂടുന്നതല്ല, കാരണം അത്രമാത്രം ഓരോ ഭാഗങ്ങളിലുണ്ട്. അതൊക്കെ കൂടി ഒരുമിച്ച് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും അമല് മറ്റൊരു കലാരൂപത്തെ തേടി ഇവിടെ ഒരു കാര്യം ചെയ്യാം. അർച്ചന, ഞാൻ അമലിനെ ഒന്ന് തേടി പിടിച്ചിട്ട് വരാം. അർച്ചന ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ അമലിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. അമലേ, എവിടെയുണ്ട്? അമലിനെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അർച്ചന പറയുന്നത് അമൽ മറ്റാരെയൊക്കെയോ തേടിപ്പോയിരിക്കുകയാണെന്നാണ്. എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്ന നല്ല രസകരമായ കാഴ്ചകൾ? മനു, നമ്മളിപ്പോൾ തെയ്യത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ഇതാ ഇവിടെ തെയ്യങ്ങൾ ഒരുങ്ങി നിൽക്കുന്നു. ഒരു ഭാഗത്ത് അതിൻ്റെ മുഖത്തെഴുത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏകദേശം ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ ഏറ്റവും അവസാനത്തെ ആ തെയ്യം മുഖത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു തെയ്യങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ചേട്ടാ, മുഖത്തെഴുത്ത് എവിടെ വരുത്തി? കഴിയാറായി. ഇനി അവസാനത്തെ, അതായത് ഈ തെയ്യം കൂടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കിനി ഈ തെയ്യങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടണം. ചേട്ടാ, നമുക്കൊന്ന് ഇതിനെക്കുറിച്ച്, ഈ തെയ്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് ഞങ്ങൾ വീരഭദ്ര തെയ്യം കലാസമിതി വൈക്കം ഇവിടുന്നാണ് വരുന്നത്. ഞങ്ങളൊരു സ്വാഭാവികമായിട്ട് ഒരു 4 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിലേക്ക് വരുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്തൊക്കെ ഇൻ്റർസ്റ്റേറ്റ് പ്രോഗ്രാമാണ്, വിനായക ചതുർത്ഥി പ്രോഗ്രാംസാണ്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ, ഡൽഹിയൊക്കെ. അപ്പോൾ ലോങ്ങാണ് ഞങ്ങൾ മൊത്തം പ്രോഗ്രാം. ഈ വർഷം ഡേറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ഈ വർഷം നമുക്ക് അത്തച്ചമയം നമുക്ക് കൂടാൻ പറ്റി. അപ്പോൾ ഈ തെയ്യങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഫാൻസി തെയ്യങ്ങളാണ്. വരാഹി എന്ന് പറഞ്ഞ തെയ്യവും ആദിയോഗി, അങ്ങനെ 2 സെറ്റ് സാധനമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എല്ലാം സെറ്റിങ്ങൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ മേക്കപ്പ് ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ സെറ്റിങ്ങിലേക്ക് കടക്കുന്നു.
അപ്പോൾ മേക്കപ്പ് ഒക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇവർക്ക് നഗരവീഥികളിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്, ആ ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ഈ നഗരവീഥികളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓണത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ തന്നെ ഒത്തുകൂടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ കലാരൂപങ്ങൾ, ഇപ്പോൾ നമ്മൾ തെയ്യത്തെക്കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളിലും ഓരോ കലാരൂപങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ നമ്മൾ കാണിച്ചപ്പോൾ അത് തുടക്കമായിരുന്നു. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ദൃശ്യഭംഗി ഒന്നുകൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ലൈറ്റുകൾ വെച്ച് അതിൻ്റെ മുഖത്തെഴുത്തൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് അത്തരത്തിലാണ്. ഇവിടെ ഓരോ ഭാഗങ്ങളിലും ഓരോ കലാരൂപങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള, പുലികളിയുണ്ട്, തെയ്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പടയണിയുണ്ട്, അതോടൊപ്പം മറ്റ് തിരുവാതിര പോലുള്ള എല്ലാ കലാരൂപങ്ങൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ചെറിയൊരു ആശങ്കയുള്ളത് ഒരു മഴക്കാറ് കാണുന്നുണ്ട്. പക്ഷേ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്തായാലും ഈ അത്തച്ചമയത്തിൻ്റെ ഭാഗമായി ആളുകൾ കൂടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത്തരം കാഴ്ചകളാണ് പുറത്ത് കാണുന്നത്. ഇനി ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കലാരൂപങ്ങൾ ഓരോന്നായി ഈ ഒരു ഓഡിറ്റോറിയം വിട്ടങ്ങ് തെരുവിലേക്ക് ഇറങ്ങും. പിന്നീട് ഏകദേശം മണിക്കൂറുകളോളം ഈ തൃപ്പൂണിത്തുറയുടെ നഗരവീതിയിലൂടെ ഇവർ അങ്ങ് നടന്നു പോവുകയാണ്. അത് കാണുവാനും ആ കൗതുക കാഴ്ച, അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഓരോ കലാരൂപങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഓരോ ഇടങ്ങളിലേക്ക്, ഓരോ നാടുകളിലേക്ക് പോകേണ്ടി വരും. ഓരോ നാടുകളുടെ അവരുടെ ആ നാടിൻ്റെ തനിമയാണ് ഈ കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ വന്നാൽ കേരളത്തിലെ കലാരൂപങ്ങളെക്കുറിച്ചും അത് ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതിനെ കൂടുതൽ കാണുവാനും കണ്ണിന് കുളിർമയേകുന്നതും അതോടൊപ്പം തന്നെ കാതുകൾക്ക് ഇമ്പമേകുന്നതുമായ ഒരു വർണ്ണക്കാഴ്ച തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ഒത്തുകൂടൽ, അതായത് പൊതുവെ നമുക്കറിയാം എല്ലാ ആഘോഷങ്ങളും വലിയ ആനന്ദമുണ്ടാക്കുന്ന ഇടങ്ങളാണ്. ഓരോ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ഓരോ ആളുകൾ അവരുടെ പരസ്പരം കണ്ടുമുട്ടുന്നു, പരസ്പരം സംസാരിക്കുന്നു, അത്തരത്തിൽ എല്ലാത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയെങ്കിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവർ ഇതിൻ്റെ ഈ ഒരുക്കങ്ങളുടെ ഒക്കെ ഭാഗമായി ഇവിടെയുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം എത്തി. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ മെയ്യെഴുത്തും മുഖത്തെഴുത്തും അത്തരം ഒരുക്കങ്ങളുടെ ഒക്കെ ഭാഗമായത്. മണിക്കൂറുകളുടെ ഒരു ത്യാഗം എന്നത് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ കലാകാരന്മാരൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടു ഈ പുലികളിയുടെ ഭാഗമായി വന്നവരൊക്കെ തന്നെയും മണിക്കൂറുകളോടെ പുലർച്ചെ 2 മണി മുതൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോഴും അവർ ആ ഒരു മെയ്യെഴുത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു ത്യാഗം കൂടിയാണ് ഈ ഒരു അത്തച്ചമയ ഘോഷയാത്ര എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരുക്കങ്ങളൊക്കെ തന്നെയും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മനു, ശരി, നമുക്കിനി ആ കലാരൂപങ്ങളൊക്കെ നഗരവീഥികളിലേക്ക് ഇറങ്ങുന്നത് കാണാനാണ് കാത്തിരിക്കുന്നത്. ആവേശ കാഴ്ചയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ അർച്ചന, അമൽ, താങ്ക് യു രണ്ടുപേർക്കും. ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ കാഴ്ചകൾക്ക് വേണ്ടി മടങ്ങിയെത്താം. തൽക്കാലത്തേക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു രണ്ടുപേരോടും. അപ്പോൾ അങ്ങനെ ചെറിയൊരു മഴക്കാറുണ്ടെന്നാണ് പറയുന്നത്. ആ മഴക്കാറൊക്കെ മാറി മാനം തെളിയും. ഗംഭീരമാകട്ടെ അത്തച്ചമയ ഘോഷയാത്ര എന്ന് ആശംസിക്കുകയാണ്.